മോളെ അമ്മയോ? അമ്മ എവിടെയാ? വന്നോ? ഇന്നെന്താണോ പുതിയ ടെൻഷൻ? നിനക്ക് ഏത് നേരം ഓഫീസ് മാത്രമുള്ള വിചാരമുള്ളൂ. നിനക്ക് എന്തെങ്കിലും പറയാണ്ട് മുഖത്ത് നോക്കിട്ട് പറ. നിങ്ങൾക്ക് ഇന്ത്യയുടെ മോളെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ? ഇപ്പോഴും ഓഫീസ് മാത്രം. അല്ലെങ്കിൽ തന്നെ സ്റ്റേഷനിലെ തിരക്കുകളും ദേഷ്യങ്ങളും ഒക്കെ വന്നിട്ടാണ് നിന്റെ ഇവിടേക്ക് വരുന്നത്, കുറച്ച് സമാധാനത്തിനായിട്ട്. അപ്പൊ നീ ആയിട്ടാണ് ഇങ്ങനെ തുടങ്ങിക്കോ. പറഞ്ഞ അപ്പൊ തുടങ്ങി സമാധാനം. നിങ്ങൾക്ക് എന്നെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ? പിന്നെ നിങ്ങളെ കുറിച്ച് ചിന്തയില്ലാത്തതുകൊണ്ടാണോ ഞാൻ സ്റ്റേഷനിലേക്കും മറ്റേടത്തേക്കും ഒക്കെ പോണത് ജോലിക്കായിട്ട്? അറ്റ്ലീസ്റ്റ് നമ്മുടെ മോളുടെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചൂടെ? പിന്നെ ഞാൻ അത്യാവശ്യം ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ നീ ഇല്ലേ ശ്രദ്ധിക്കാനായിട്ട്? എന്റെ കരിയറും കളഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, അത് മറക്കരുത്. നിനക്ക് അങ്ങനെ കരിയർ കളഞ്ഞു മറ്റേത് കളഞ്ഞു എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ പിന്നെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. നീ അങ്ങോട്ടാ പൊക്കോ, ഞാൻ എന്റെ മോളെ നോക്കിക്കോളാം. എന്നെ ആർക്കും ഇഷ്ടല്ലേ? മോളെ ആർക്കും ഇഷ്ടല്ലാത്ത, എല്ലാവർക്കും മോളെ ഇഷ്ടല്ലേ? പിന്നെ അങ്ങനെ പപ്പയും മമ്മിയും വഴക്കിടുന്നു. അവര് നല്ല ഫ്രണ്ട്സ് ആണ് മോളെ. മോളും ഇവക്കുട്ടിയും കൂടി വഴക്ക് കൂടാറില്ലേ? അത്രയേ ഉള്ളത്. മോള് വിഷമിക്കണ്ട കേട്ടോ. മോൾക്ക് വേണ്ടി വന്നമ്മമാതാനോട് എത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മോളെ കിട്ടിയതെന്ന്. പപ്പയും അമ്മയും അന്ന് മോൾക്ക് വേണ്ടി അവർ മുട്ടുമ്പിൽ നിന്ന് മാതാവിനോട് ഉള്ളുരുകി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മോളെ കിട്ടിയത്. ഡോക്ടർമാർ പറഞ്ഞു മോളെ കിട്ടില്ലെന്ന്. പക്ഷെ ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. എന്നായിരുന്നു മാതാവ് തരുന്നു. ഞാൻ നിന്റെ അപ്പാപ്പൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ് മാതാവിനെ കാണുന്നത്. അന്നൊക്കെ ഞാൻ അപ്പാപ്പന് കുറെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഒട്ടുപെരുന്നാളിന് അപ്പാപ്പന് ഓടി നടക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് എനിക്ക് മനസ്സിലായി, ജീവിതം കൊണ്ട് എന്നത് മനസ്സിലാക്കി. ഞാൻ മാതാവ് തന്ന മോളാണ് നീ. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാണ്ടിരിക്കുവോ? എൻ്റെ അമ്മയുടെയും വഴക്ക് അതൊന്നും മോള് കണക്കൂട്ടുണ്ട്. അവർക്ക് നല്ല സ്നേഹത്തിലാണ്. മോള് വിഷമിക്കണ്ട കേട്ടോ. അപ്പൊ ഒരു കുറുമ്പ് കാണിച്ചതാ, അതിനാണ് മമ്മി ചീത്ത പറഞ്ഞത്. ഓ സൂപ്പറായി.